അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വആലി കുല്ലി വസ്വഹാബത്തിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ വലിയ പെരുന്നാൾ ഈദുൽ അദ്ഹ അതിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡിയായിട്ടുള്ള ടൈമായിട്ടിക്കട്. മഹത്വമേറിയ ഒരു നാൾ ഞങ്ങളെ മുന്നിൽ വരുമ്പോൾ ആ നാളിലെ ഇബാദത്തുകളെ കൊണ്ട്, നന്മകളെ കൊണ്ട്, ആ നാളിലാക്കണമായ പല അമലുകളെ കൊണ്ട്, ആ നാളിൻ്റെ ബഹുമാനിക്കൽ കൊണ്ട് അള്ളാഹുടെ തൃപ്തി കരസ്ഥമാക്കുകയും ഞങ്ങളെ എല്ലാ നിലക്കുള്ള വിജയത്തിന് അത് വലിയൊരു കാരണമായിട്ട് ബണ്ട് ചൊല്ല വിഷയത്തിൽ സംശയമില്ല. മുസ്ലിം ലോകം വലിയ ബഹുമാനിക്കുന്ന നാളാണ് ഈദുൽ അദ്ഹ, വലിയ പെരുന്നാൾ ചൊല്ലത്. ധാരാളം സ്മരണങ്ങളടങ്ങിയ ഒരു നാളായിട്ടിക്കട്. അഥവാ മുൻകാല പ്രവാചകന്മാർ, പ്രത്യേകിച്ചിട്ട് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മോനായ ദബീഹുല്ലാഹി ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഹാജറ ബീവി, സാറാ ബീവി അടക്കമുള്ള വലിയ വലിയ അമ്പിയാക്കന്മാരെ സ്മരണകൾ, അങ്ങനെ ഒരു ഓർമ്മകൾ ആക്കുക വേണ്ടി, അതിനൊരു പുതുക്കുക വേണ്ടിയിട്ടുള്ള ഒരു നാളും കൂടിയായിട്ടിക്കട് പരിശുദ്ധമായ ഈദുൽ അദ്ഹായുടെ വലിയ പെരുന്നാൾ. അപ്പോൾ അണ്ടത്തെ നാളിൽ ഞങ്ങൾ ആക്കണായ അമലുകൾ എന്തെല്ലാം ഉണ്ടു ചെന്നിട്ടു സംക്ഷിപ്തമായിട്ട് ഞങ്ങൾ പഠിക്കുക. അമലാക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈദ് ചൊല്ലുമ്പമേ ആ പേര് നല്ലൊരു അർത്ഥം നിങ്ങൾക്ക് ചൊന്തുന്നുണ്ട്. ഒന്നാമതായിട്ട് ഈദ് ചൊല്ലുന്ന നാളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അവായിദ്, അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഈദ് പെരുന്നാളിൻ്റെ നാളിൽ അള്ളാഹു താല തണ്ടത് കൊണ്ടിട്ടു ആയിട്ടിക്കട്. ആ അവായിദിൽ നിന്ന് പണ്ടെങ്കിൽ ഈദ് ചൊല്ലിയ പേര് അള്ളാഹു നാൾക്ക് വെക്കുകൊള്ള കാരണം. അതല്ലെങ്കിൽ ധാരാളം സന്തോഷങ്ങൾ മടങ്ങി വേണ്ട പെരുന്നാൾ ചൊല്ലുമ്പോൾ കൊസി സന്തോലങ്ങൾ അത് ധാരാളം നമുക്ക് തിരിച്ച് വന്നുകൊണ്ടുണ്ട്. അങ്ങനെ മടങ്ങിടെ ഒരു നാൾ ചൊല്ലിയ പേരും, അതുപോലെ വർഷങ്ങളിൽ എന്തായിട്ടിക്കട് എല്ലാ വർഷവും 2 പെരുന്നാൾ നിങ്ങൾക്ക് മടങ്ങി വന്നുകൊണ്ടുണ്ട്. അങ്ങനെ റിപ്പീറ്റ് അവിടെ ഒരു നാല് ചൊല്ല അർത്ഥത്തുകായിട്ടിക്കട് ഈദ് ചൊല്ലിയ പേരുള്ളത്. ഏതാണെങ്കിലും അണ്ട് നിങ്ങൾ ആക്കണായ അമലുകൾ എന്തിനെ ചെന്നിട്ടും ഞങ്ങൾ പഠിക്കാം. വലിയ പെരുന്നാളുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ആക്കണായി 5 നാളുടെ ഒരു വിശേഷമായ അമലായിട്ടിക്കട് തക്ബീർ ചൊല്ലത്. വലി തുക്കബ്ബിറുല്ലാഹ് പരിശുദ്ധ ഖുർആനിൽ ചെന്ന വിഷയമായിട്ടിക്കട് അള്ളാഹു നിങ്ങൾ തക്ബീർ ചൊല്ലണം, അള്ളാഹുടെ നിങ്ങൾ മേലാക്കണം, അള്ളാഹു അക്ബർ ചൊല്ലണം ചെന്നിട്ടു പ്രത്യേകിച്ചിട്ട് അറിയിച്ച ഒരു നാളുകളായിട്ടിക്കട് ഞങ്ങളെ മുന്നിലുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒന്നാമതായിട്ട് നിസ്കാരത്തിൽ പിന്നെ ചൊല്ലേങ്കിൽ തക്ബീർ, നിസ്കാരത്തിൽ പിന്നെ ഉള്ളെങ്കിൽ തക്ബീർ. അതിപ്പോൾ അറഫ നാളുടെ സുബൈയുടെ പിടിച്ചിട്ട്, അഥവാ ദുൽഹജ്ജ് ഒലിമ്പോ വലിയ പെരുന്നാൾ മുന്നൽത്തണ്ട് ആയിട്ടിക്കട്. ദുൽഹജ്ജ് ഒലിമ്പോ ആ അറഫ നാളുടെ സുബൈഹി നിസ്കാരത്തെ പിടിച്ചിട്ട് പിന്നെ ഉള്ള 5 നാൾ, അറഫ നാൾ, പെരുന്നാൾ, അതിൽ പിന്നത്തെ 3 നാളിലെ ആ 5-ാമത്തെ നാളുടെ അസർ നിസ്കാരത്ത് വരെയുള്ള അസർ നിസ്കാരങ്ങളുടെ അടുത്തോളുള്ളെങ്കത്തെ ആ ഒരു എല്ലാ അതിലിടയ്ക്ക് നിങ്ങൾ നിസ്കരിക്കടെ എല്ലാ നിസ്കാരത്തിൽ പിന്നെയും തക്ബീർ ചൊല്ലുക സുന്നത്തുണ്ട്. 5 നാളായിട്ടിക്ക് തക്ബീർ നിങ്ങൾക്ക് കിട്ടരുത്. മുഖയ്യതായ തക്ബീറുണ്ട്, മിക്ക പേരുമുണ്ട്. അപ്പോൾ ഏതാണെങ്കിലും ഈ തക്ബീർ നിങ്ങൾക്ക് ചൊല്ലുക സുന്നത്തുണ്ടോ. ഈ തക്ബീർ നിസ്കാരത്തെ ദിക്റിനെ കാണ്ടി മുന്നിൽ ചൊല്ലണു ചെന്നിട്ടും ഇമാമിങ്ങ ഷർവാനി പോലത്തെ കിതാബുകളിൽ പ്രത്യേകിച്ചിട്ട് ചൊന്നെങ്കിൽ വിഷയമായിട്ടിക്കട്. ഏത് നിസ്കാര ഈ 5 നാൾ നിസ്കരിക്കടെ, ഫർള് നിസ്കാര, സുന്നത്ത് നിസ്കാര, അദാ ആയി നിസ്കരിച്ചെങ്കും ഖളാ ആയി നിസ്കരിച്ചെങ്കും, അതേപോലെ ജനാസ നിസ്കാര, ഇതെല്ലാത്തിലും ഈ തക്ബീർ ചൊല്ലുക പ്രത്യേകിച്ചിട്ട് സുന്നത്തുണ്ടോ. അപ്പോൾ ഒരു വലിയൊരു അമലാണ് നിസ്കാരത്തിൽ പിന്നെ ചൊല്ലേങ്കത്തെ തക്ബീർ ചൊല്ലത്. ഇതിപ്പോൾ വൃത്തം നിസ്കരിക്കുമ്പം, ജമാഅത്തായി നിസ്കരിക്കുമ്പം ഈ തക്ബീർ ചൊല്ലുക സുന്നത്തുണ്ടോ. ആണിങ്ങക്ക്, പെണ്ണിങ്ങക്ക്, യാത്രികന്മാർക്ക് എല്ലാവർക്കും ഈ തക്ബീർ ചൊല്ലുക നിസ്കാരത്തിൽ പിന്നത്തെ തക്ബീർ ചൊല്ലുക സുന്നത്തുണ്ടോ. ഇനി 2-ാമത്തെ വിഷയമായിട്ടിക്കട് പെരുന്നാൾ ആ ടൈമുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിശേഷമായ ഇനൊരു തക്ബീർ. അത് നിസ്കാരത്തിൽ പിന്നായിട്ടും ഇല്ല, അത് ഫുൾ ടൈമായി ചൊല്ലുക സുന്നത്തുള്ളത്. കക്കൂസ് പോലത്തെ ടൈമല്ലാത്ത, ആ ജാഗല്ലാത്ത ടൈമിലെല്ലാം തക്ബീർ ചൊല്ലുക സുന്നത്തുള്ളത്. മുർസലായ തക്ബീറിൻ്റെ പേരുള്ളെങ്കിൽ തക്ബീറായിട്ടിക്കട്. അപ്പോൾ ആ തക്ബീർ ചൊല്ലുക സുന്നത്തുണ്ടോ. അതെപ്പോൾ പെരുന്നാളിലെ മുന്നത്തെ മഗ്രിബ്, അതായത് പെരുന്നാളിലെ മഗ്രിബ് അഥവാ പെരുന്നാളിലെ
ആ മുന്നൽത്തണ്ടത്തെ മഗ്രിബ് നിസ്കാര മഗ്രിബ് ബാങ്കായതോടുകൂടെ തുടങ്ങട്. എന്നിട്ട് പെരുന്നാളിലുണ്ട് നിസ്കാരം വരെ അത് ഇമാമ് അള്ളാഹു അക്ബർ കൈക്കിട്ടോടത്തോളം ആ തക്ബീർ ചൊല്ല സുന്നത്തുണ്ട്. എവിടെയുള്ള സുന്നത്തുണ്ട്? ഔത്തുലു, റോഡിലു, പള്ളിയിൽ, മാർക്കറ്റിൽ, ബജാർ എല്ലാ ജാഗയിലും ആ തക്ബീർ ചൊല്ല സുന്നത്തുണ്ടു. ഈ തക്ബീർ ബിറഫ് ഈ സൗത്ത് ജോറ് ചൊല്ലുകും പ്രത്യേകിച്ചൊരു സുന്നത്തുണ്ടും തുഹ്ഫ പോലത്തെ കിതാബുകളിൽ ചെന്ന വിഷയമായിട്ടിക്കട്. പെണ്ണിക മാത്രം മെല്ലെ ചൊല്ലകൂ, പെണ്ണിക ജോറ് ചൊല്ലകില്ല. അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വാഹനത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെപ്പ ദച്ചപ്പ എല്ലാ ടൈമിലും ഈ തക്ബീർ സുന്നത്തുണ്ടോ, പ്രത്യേകിച്ചിട്ട് സുന്നത്തുള്ളെങ്കിൽ തക്ബീറായിട്ടിക്കട്. അപ്പോൾ പെരുന്നാളിൽ ഞങ്ങൾ തക്ബീർ കൊണ്ടിട്ട് ചന്താക്കണം ചെന്നിട്ടും ഹദീസുകളിൽ കണ്ട് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പെരുന്നാളുണ്ട് നടക്കുമ്പോൾ പെരുന്നാൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഔത്തര് പള്ളിക പണ്ടെടുത്തോലുള്ള ആ ടൈമിൽ തക്ബീർ ചെന്നുകൊണ്ട് വന്നുകൊണ്ട് ചെന്നിട്ടും ഹദീസുകളിൽ കണ്ട്. അപ്പോൾ ആയതുകൊണ്ടിട്ടു ഞങ്ങൾ ഈ പെരുന്നാളിൻ്റെ എൻ്റെ മുന്നത്തെ മഗ്രിബിടെ പിടിച്ചിട്ട് പെരുന്നാളുണ്ട് ഒരു ഗಂಟೆ ഞങ്ങൾക്ക് കിട്ടേ ആ ടൈം ഇമാമ് തക്ബീർ ഇഹ്റാം ചൊല്ലിടത്തോളം ഇവർ തക്ബീർ ചൊല്ലെങ്കിത്തെ ഒരു അമലുടെ ഞങ്ങൾ അമൽ കൊണ്ട് ഈ പെരുന്നാൾ ഞങ്ങൾ ധന്യമാക്കണോ. തക്ബീർ ചൊല്ലുമ്പോൾ സാധാരണ ഞങ്ങൾക്ക് എല്ലാവരും ഗൊന്തുള്ളെങ്കിൽ അതൊരു വിഷയമായിട്ട് തക്ബീർ എന്നങ്ങ് ചൊല്ല ആയെങ്കിൽ മധുരെ ദീർഘമായ തക്ബീർ അഥവാ വലിയ നിലക്കുള്ള തക്ബീർ ഞങ്ങൾക്ക് ഇനിയും ചെല്ലിയാറ സുന്നത്തുണ്ടോ. വലിയ തക്ബീർ ചൊല്ലുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇതാണ് സാധാരണ ഞങ്ങൾ ചൊല്ലുമെങ്കിൽ തക്ബീർ. ഇനിയും അതൊക്കെ തന്നെ യാറെ കൂട്ടുകൊണ്ട് ഇമാമിങ്ങ പടിപാട്ടി വിഷയമായിട്ടിക്കട് എന്തായിട്ടിക്കട് ലാസ്റ്റ് അല്ലാഹു അക്ബർ ചെന്നിട്ട് അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ നഅബുദു ഇല്ലാ ഇയ്യാഹു മുഖ്ലിസീന ലഹുദ്ദീന വലൗ കരിഹൽ കാഫിറൂൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു സ്വദഖ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹദ ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ചൊല്ലെങ്കത്തെ ഈ ഒരു വലിയ തക്ബീർ ചൊല്ലകും സുന്നത്തുണ്ടോ. അതേപോലെ തക്ബീർ ചൊന്നാൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലും കുടുംബത്തെ മേലും സ്വലാത്തും സലാം ചൊല്ലകും സുന്നത്തുണ്ട്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅൻസാരിഹി വഅസ്വാജിഹി വദുരിയതിഹി പോലത്തെ നബി തങ്ങളെയും കുടുംബത്തെ മേൽ സ്വലാത്തും സലാം ചൊല്ല സുന്നത്തുണ്ടോ ചെന്നിട്ടും ഇമാമിങ്ങ അങ്ങനെ ബാജൂരി പോലത്തെ കിതാബിൽ ഷർവാനി പോലത്തെ കിതാബിൽ ചെന്നെങ്കിൽ വിഷയമായിട്ടിക്കിടും. ഇനി പെരുന്നാളിൻ്റെ ജാവ് മഹത്വമേറിയ ജാവായിട്ടിക്കട്. പെരുന്നാളിൻ്റെ ജാവ് ചൊല്ലത് വലിയ മഹത്വമേറിയ ജാവായിട്ടിക്കട്. പെരുന്നാളിലെ ജാവ് ഹയാത്താക്കോ പ്രത്യേകിച്ചൊരു സുന്നത്തുള്ള ജാവായിട്ടിക്കട്. ഇബാദത്തുകളെ കൊണ്ട് ദുആ കൊണ്ട് തക്ബീർ കൊണ്ട് നിസ്കാരങ്ങളെ കൊണ്ട് ഞങ്ങൾ ഹയാത്താക്കോ സുന്നത്തുള്ള ജാവായിട്ടിക്കട്. ഇന്നത്തെ നാൾ ചൊമ്മയാൾമാർ വെറും ഡ്രസ് ഇസ്തുരക്കും അങ്ങാരുടെ പർച്ചേസുക്കും ഇതുപോലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസാക്കുക അത് ഇതാക്കിക്കൊണ്ടുള്ളാറ്. ഞങ്ങൾ പെരുന്നാളെ മുന്നലേ അതുപോലത്തെ സ്വറാക്കിയിട്ട് പെരുന്നാളിൻ്റെ ജാവൊന്നു ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക വേണ്ടി ഞങ്ങൾ ശ്രമിക്കണം. അള്ളാഹുരുടെ വലിയ മഹത്വമുള്ള ജാവായിട്ടിക്കട്. ഹബീബുന റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസിൽ ചൊല്ലു മൻ അഹ്യാ ലൈലത്തുൽ ഫിത്രി വലൈലത്തുൽ അദ്ഹ ലം യമുത് ഖൽബുഹു യൗമ തമൂത്തുൽ ഖുലൂബ്. ഒരു മനുഷ്യ ചെറിയ പെരുന്നാളിൻ്റെ ജാവും വലിയ പെരുന്നാളിൻ്റെ ജാവും ഓർത്ത ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയ ഹയാത്താക്കിയാണ്ടായെങ്കിൽ ഹൃദയങ്ങൾ മരിക്കട ഒരു നാല് പേരെ കൊണ്ട് ആ നാല് ഓൻ്റെ കൽബ് അള്ളാഹു ചാവകപ്പെടലേ ഓൻ്റെ കൽബ് മരിക്കലേ ഓൻ്റെ കൽബ് സദാ സജീവമായിട്ട് ഇക്കു ചെന്നിട്ടുള്ളേ വലിയൊരു ഓഫറാണ് പെരുന്നാളിൻ്റെ ജാവ് ബഹുമാനിച്ച് അള്ളാഹു താല തണ്ടത്. അപ്പം ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാം. നിസ്കാരങ്ങളും ദിക്റുകളും സ്വലാത്തുകളും ദുആകളും കൊണ്ടും ധന്യമാക്കാം. നിസ്കാരം പ്രത്യേകിച്ചിട്ട് കൂലിയുള്ള വിഷയമായിട്ടിക്കട്. പെരുന്നാൾ ജാവ് നിസ്കരിക്കൽ വെച്ചെന്ന് അള്ളാഹുരുടെ വലിയൊരു കൂലിയുള്ള വിഷയമാണ്. മൻഖാമ ലൈലത്തുൽ ഈദൈൻ രണ്ട് പെരുന്നാളിൻ്റെ ജാവ് ഒരു മനുഷ്യ നിന്റെ നിസ്കരിച്ചാണ്ടായെങ്കിൽ കൂലി ആഗ്രഹിച്ചിട്ട് അങ്ങനെ നിസ്കരിച്ചാണ്ടായെങ്കിൽ ഓൻ്റെ കൽബു ചാവുക അള്ളാഹു സുബ്ഹാനഹു തആല ബടലാണ്ടായിട്ടിക്കട്. അപ്പോൾ നിസ്കാരങ്ങളെ കൊണ്ടിട്ടു ധന്യമാക്കണമായിരുന്നാലും ജാവും കൂടിയായിട്ടിക്കട് പെരുന്നാളിൻ്റെ ജാവ് ചൊല്ലത്. ഒരു ഹദീസിൽ കണ്ട് മൻ അഹ്യൽ ലയാലിയൽ ഖംസ് 5 ജാവൃത്ത ഹയാത്താക്കിയാണ്ടായെങ്കിൽ ആ മനുഷ്യക്ക് വജബത്തിലഹുൽ ജന്ന അവനക്ക് സ്വർഗ നിർബന്ധയിത്ത് ചെന്നിട്ടു. അതിൽപ്പെട്ട ഒരു ജാവായിട്ടിക്കട് ഏതായിട്ടിക്കട് വലിയ പെരുന്നാളിൻ്റെ ജാവ് ചൊല്ലത്. ആ വലിയ നിലക്കുള്ള സ്വർഗ നിർബന്ധം അവിടെ ഒരു ജാവായിട്ടിക്കട്. ഇനി ദുആക്കോ
വലിയ സുന്നത്തുള്ള ജാവാണ്. ദുആക്ക് വേഗ ഇജാബത്ത് കിട്ടെങ്കിൽ ജാവായിട്ടിക്കട് പെരുന്നാളുടെ ജാവ് ചൊല്ലത്. അപ്പോൾ ഞങ്ങൾ അള്ളാഹുവിനോട്ടൊക്കെ കൈ ഉയർത്തിയിട്ട് ഞങ്ങൾ ആവശ്യങ്ങളെല്ലാം കേൾക്കുക തരപ്പെട്ട ജാവാണ് പെരുന്നാൾ ജാവ്. ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ടുണ്ടോ ഇന്ന ദുആ യുസ്തജാബു ഫി ഖംസി ലയാൽ, മഹാന്മാരിൽ നിന്നാണ് പഠിച്ചെങ്കിൽ വിഷയമായിട്ടിക്കട് 5 ജാവുക അള്ളാഹു സുബ്ഹാനഹു തആല പ്രത്യേകിച്ചിട്ട് ഇജാബത്ത് തണ്ട്. അതിൽപ്പെട്ട ഒരു ജാവാണ് വലിയ പെരുന്നാൾ ജാവോ. വലിയ പെരുന്നാൾ ജാവ് വലിയ ദുആക്ക് ഇജാബത്തുള്ള ജാവായിട്ടിക്കട്. അതുകൊണ്ടിട്ടും ദുആ കൊണ്ടിട്ടും ഞങ്ങൾ ഈ ജാവട് ധന്യമാക്കണോ. പണ്ട് കാലത്തെ മഹാന്മാരെ ചരിത്രത്തിൽ നോക്കിയേണ്ടെങ്കിൽ ഒന്നോടെങ്കിൽ വിഷയമായിട്ടിക്കട് പെരുന്നാളുടെ ജാവ് അങ്ങ് സജീവമാക്കിക്കൊണ്ടിരുന്നാറ്. ബഹുമാനപ്പെട്ട ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് ചൊല്ലുടെ മഹാനിൽ നിന്നിട്ട് ഉദ്ധരിച്ചെങ്കിൽ ഒരു വിഷയമായിട്ട് അയാൾ ചൊല്ലു. ഇബ്രാഹിം ഇബ്നു മുഹമ്മദ് ചൊല്ലു വലിയ വലിയ മദീനത്തിൽപ്പെട്ട വലിയ വലിയ മഹാന്മാർ, വലിയ വലിയ മശായിഖന്മാർ, വലിയ വലിയ സ്വാലിഹീങ്ങളെ നക്ക് പെരുന്നാളിൻ്റെ ജാവ് കാണുക സാധ്യമാവുള്ളൂ. അങ്ങ് ആ മദീന പള്ളിക്ക് വന്നിട്ട് പെരുന്നാൾ ജാവ് ബന്ധിച്ചിട്ട് ഇങ്ങനെ ദുആർന്നോണ്ടും ദിക്റ് ചെന്നോണ്ടും ഇബാദത്തെടുത്തോണ്ടും ഇന്നാറ് ജാവുകൾ കുറേ ജാവ് തോന്നും. അങ്ങനെയും സ്വഹാബിങ്ങളെ തൊട്ടിട്ടുള്ള എത്രയോ ഹദീസുകളുണ്ട്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും ബഹുമാനിച്ചെങ്കിൽ വിഷയവും ഹദീസിൽ നമുക്ക് മനസ്സിലാടെങ്കിൽ വിഷയമായിട്ടിക്കട്. അപ്പോൾ തീരത്തെ രണ്ടത്തെ ജാവ ഇബാദത്തുകളെ കൊണ്ട് ഞങ്ങൾ ധന്യമാക്കണം. പ്രത്യേകിച്ചിട്ട് എന്തെല്ലാം തീരെ അത്ര ഇബാദത്താക്കാം, എന്തും തീരില്ലെങ്കിൽ ചുരുങ്ങിയത് ബഹുമാനപ്പെട്ട ശർവാനി പോലത്തെ കിതാബുകൾ ചെന്ന വിഷയം ഒരു മനുഷ്യർക്ക് ചുരുങ്ങിയത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പോലത്തെ മഹാന്മാർ സ്വാലിഹീങ്ങൾ ചെന്നെങ്കിൽ ഒരു വിഷയമായിട്ടിക്കട് ചുരുങ്ങിയത് അണ്ടത്തെ പെരുന്നാളിലെ ജാവു ഇഷാ നിസ്കാര ഇമാം ജമാഅത്തായി നിസ്കരിക്കട്, സുബ്ഹ് നിസ്കാര ജമാഅത്തായി നിസ്കരിക്കട്. ഇതെങ്കിലും ഒരു മനുഷ്യ ആക്കുക സാധ്യമാവണം. പെരുന്നാളിൻ്റെ ജാവ് അതെങ്കിലും ഒരു മനുഷ്യ ആക്കുക സാധ്യമാവുന്നു ചെന്നിട്ടും ശർവാന പോലത്തെ കിതാബുകളിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പോലത്തെ മഹാന്മാരെ തൊട്ട് റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ട്. ഏതാണെങ്കിലും അങ്ങനെ ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കണമായ ജാവാണ് പെരുന്നാളിൻ്റെ ജാവ് ചൊല്ലത്. ഇനി പെരുന്നാളിലുണ്ട് സുബ്ഹ് നിസ്കാര കഴിഞ്ഞാൽ പിന്നെ അതും നല്ല അമലുകളെ കൊണ്ട് നിങ്ങൾ ധന്യമാക്കണം. പെരുന്നാൾ സുബ്ഹ് നിസ്കാരത്തിന് പിന്നെ നിങ്ങൾ അമൽ ഇനിയും യാറാക്കുക നിങ്ങൾക്ക് പ്രത്യേകിച്ചിട്ട് സുന്നത്തുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ഫതാവൽ കുബ്രയിൽ ചെന്ന വിഷയം ആദമുൽ അയ്യാമി ഹുർമതൻ ഇൻദല്ലാഹി, വലിയ പെരുന്നാൾ ചൊല്ലത് നാളുകൾ കൂട്ടത്തിൽ അള്ളാഹുരുടെ വലിയ ബഹുമാനമുള്ള നാളായിട്ടിക്കണ്ടാണ്. നാളുകൾ കൂട്ടത്തിൽ അള്ളാഹുരുടെ വലിയ ബഹുമാനമുള്ള നാൾ അത് വലിയ പെരുന്നാൾ നാല് ചെന്നിട്ടും ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചെന്നിട്ടും അപ്പോൾ അത്രയും മഹത്വമേറിയ നാളാണ് വലിയ പെരുന്നാൾ ചൊല്ലത്. അപ്പോൾ ഇബാദത്തുകളെ കൊണ്ട് ആ പെരുന്നാളിലെ പകൽ ടൈമിലും നിങ്ങൾ ധന്യമാക്കുക സുന്നത്തുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇമാമിങ്ങൾ കിതാബിൽ ചെന്ന വിഷയമായിട്ടിക്കട് പെരുന്നാളുണ്ട് ഒരു മനുഷ്യ സുബ്ഹ് നിസ്കാരത്തിൽ പിന്നെ 100 വട്ട ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലേണ്ടായെങ്കിൽ അവൻ്റെ ഏടിൽ നിന്നിട്ട് എന്ത് ദോഷം എഴുതിയിട്ടുണ്ടെങ്കിലും അള്ളാഹു അത് മാഫാക്കറുണ്ടായിട്ടിക്കട്, അള്ളാഹുക്ക് മാഫ് കിട്ടുന്നുണ്ടായിട്ടിക്കട്. അസ്തഗ്ഫിറുല്ലാഹ് 100 വട്ട ഒരു മനുഷ്യ ചൊല്ലേണ്ടായെങ്കിൽ സുബ്ഹ് നിസ്കാരത്തിൽ പിന്നെ ഓന് ഖിയാമത്ത് നാളിൽ അള്ളാഹുടെ അദാബിൽ നിന്ന് മുക്തമാവിടെ ചെന്നിട്ടും ആ കിതാബുകളിൽ എഴുതിയതായിട്ട് നിങ്ങൾക്ക് കാണുക സാധ്യമാവുടെങ്കിൽ വിഷയമായിട്ടിക്കടും. ഇനിയും ഒരു മനുഷ്യ സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 വട്ട പെരുന്നാളിൻ്റെ അടുത്ത് ചൊല്ലേണ്ടായെങ്കിൽ എന്നിട്ട് ചൊന്നിട്ടു ഇതര സമാപനാണ് ഖബറാളികൾക്ക് മരിച്ചുപോയ ഖബറാളികൾക്ക് ഹദിയാക്കട ചെന്നുണ്ടായെങ്കിൽ ആ ഖബറാളികൾ എല്ലാവരും ചൊല്ലുവാർ ഖിയാമത്ത് നാളിൽ മരിച്ചുപോയ ആൾമാർ ചൊല്ലുവാർ അല്ലാഹുവേ ഈ മനുഷ്യക്ക് നീന് റഹ്മത്ത് ചെയ്, ഈ മനുഷ്യക്ക് നീന് സ്വർഗം കൊടുക്കു ചെന്നിട്ടു ഖബറാളികൾ നാളെ ഖിയാമത്ത് നാളിൽ ചൊല്ലുവാർ ചെന്നിട്ടും കിതാബുകളിൽ ചെന്നെങ്കിൽ വിഷയമായിട്ടിക്കടും. അതേപോലെ സയ്യനുൽ ഐദൈൻ ബിത്തഹ്ലീലി വത്തഖ്ദീസി വത്തഹ്മീദി വത്തക്ബീർ, 2 പെരുന്നാളിലെ നിങ്ങൾ ചന്താക്കോറോ തഹ്ലീൽ ചെന്നിട്ടു സുബ്ഹാനല്ലാഹ് ചെന്നിട്ടു ഹംദ് ചെന്നിട്ടു തക്ബീർ ചെന്നിട്ടു. അപ്പോൾ അതെല്ലാം സുന്നത്തുണ്ട്. അപ്പോൾ ഒരു മനുഷ്യ പെരുന്നാളുണ്ട് സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചെന്നിട്ടു 300 വട്ട ചെന്നിട്ടു മറിച്ചെങ്കിൽ ഹയാത്താക്കിങ്ക ഖബറാളികൾക്ക് എല്ലാ ഖബറാളികൾക്കും 1000 പ്രകാശം എത്ര ഉണ്ടായിട്ടിക്കട്. എന്നിട്ട് ഓൺ മരിച്ചുണ്ടായെങ്കിൽ ഓൻ്റെ ഖബർക്കും 1000 പ്രകാശം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നുണ്ടായിട്ടിക്കട്. അതേപോലെ പെരുന്നാളുണ്ട് ഒരു മനുഷ്യ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത്ത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ചെന്ന് 400 വട്ടം ഒരു മനുഷ്യ ചൊന്നാണ്ടായെങ്കിൽ നിസ്കാരത്തിന് മുന്തലായിട്ട് ചൊന്നാണ്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓന് ആഖിറത്തിൽ എന്തെല്ലാം നിലക്കുള്ള പ്രതിഫലം കൊടുക്കും. ആ 400 അടിമമാരെ മോചിപ്പിച്ച കൂലി കൊടുക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല. അതേപോലെ ഓണുക്ക് വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല മലായികത്തുകൾ ഏൽപ്പിക്കൊണ്ടാണ് സ്വർഗത്തിൽ. അതേപോലെ
ഓർക്ക് വേണ്ടിയിട്ട് സ്വർഗത്തെ പ്രത്യേകം മരങ്ങളെ നട്ടുകൊടുക്കുക ചെന്നിട്ടും കിതാബുകൾ പരിശോധിച്ചെങ്കിൽ കൊന്താടെങ്കിൽ വിഷയമായിട്ട് കിടും. അപ്പോൾ ആയതുകൊണ്ട് ഈ അമലുകളെ കൊണ്ടും പെരുന്നാൾ നാളിനെ നിങ്ങൾ ധന്യമാക്കണം. ഇനി പെരുന്നാളുണ്ട്, പ്രത്യേകിച്ചിട്ട് വലിയ പെരുന്നാളുണ്ട്, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമായ വിഷയമായിട്ട് വലിയ പെരുന്നാളിൽ സുബയിൽ പിന്നെ അങ്ങ എന്താക്കുക തീരാ തിന്നാണ്ടെ അതേപോലെ കുടിക്കാണ്ടെ പള്ളിക്ക് പോകുന്ന സുന്നത്തുണ്ട്. വലിയ പെരുന്നാളിലപ്പ തിന്നാണ്ടെ കുടിക്കാണ്ടെ പള്ളിക്ക് പോകുക പ്രത്യേകിച്ചിട്ട് സുന്നത്തുണ്ട്. അത് വലിയൊരു അമലായിട്ടിട്ടുണ്ട്. അത് മാത്രമല്ല, അതുക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണ ഒരു വിഷയ, വലിയ പെരുന്നാൾ നിസ്കാര ചെറിയ പെരുന്നാൾ കാണ്ടി ബേഗാക്കണോണ്ട് വരെ ഇമാമിയ കിതാബിൽ ഇതായിട്ട് കാണ്ട്. വലിയ പെരുന്നാൾ നിസ്കാര ചെറിയ പെരുന്നാൾ കാണ്ടി ബേഗാക്കണോണ്ട് ഒന്ന് ഉലുഹിയത്തുക്ക് വിശാലമായ ടൈം കിട്ടി ചെന്നിട്ടു. അപ്പോൾ എന്തൊരു വിഷയ, പെരുന്നാളുണ്ട് തിന്നാണ്ടെ കുടിക്കാണ്ടെ പള്ളിക്ക്, വലിയ പെരുന്നാളുണ്ട് തിന്നാണ്ടെ കുടിക്കാണ്ടെ പള്ളിക്ക് പോകുന്നത് സുന്നത്തുണ്ട്. എന്നിട്ടോ ഓൻ്റെ ബയത്തുക്ക് ഫസ്റ്റുക്ക് പോകേണ്ട ആഹാര അതും ഉലുഹിയത്തിൻ്റെതായിട്ടൊക്കെ പ്രത്യേകിച്ചിട്ട് സുന്നത്തുണ്ട്. നദ്ബിൽ ഫിത്തുരി യൗമൻ നഹരി അലാ ഷൈമിൻ ഉലുഹിയത്തിഹി. ഇത് ബുടുക്ക് വരെ കറാഹത്തുണ്ട് വരെ ഉണ്ട്. അപ്പോൾ വലിയ പെരുന്നാളുണ്ട് ബയത്തുക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ആഹാരം ഉലുഹിയത്താക്കുകയും ഇനൊരു സുന്നത്ത്. വലിയ പെരുന്നാളിപ്പം തിന്നാണ്ടെ കുടിക്കാണ്ടെ പള്ളിക്ക് പോകുന്നത് നിസ്കരിക്കുകയും പ്രത്യേകിച്ചൊരു സുന്നത്തുണ്ട് പെരുന്നാൾ നിസ്കാരം. എന്നിട്ട് അതിൽ പിന്നെ ഫസ്റ്റ് നിങ്ങളെ ബയത്തുക്ക് ആഹാര ഉലുഹിയത്തിൻ്റെതായിട്ടൊക്കെ സുന്നത്തുണ്ട്. അതുകൊണ്ടിട്ടു നിങ്ങളെ പള്ളികളിൽ നിസ്കാരങ്ങൾ പോണ നീണ്ടക്ക് 10 ഗಂಟೆಗಳ ബീക്കരല്ല, ആയത്തര ಬೇಗ അതിൽ ആ ടൈമുണ്ടല്ലോ സുബി നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ആ ചുരുങ്ങിയ ടൈമിൽ ആയത്തര ಬೇಗ ഞങ്ങൾ എന്താക്കണോ പെരുന്നാൾ നിസ്കാരം വലിയ പെരുന്നാൾ നിസ്കാരത്താക്കുക പ്രത്യേകിച്ചിട്ട് ഇമാമിങ്ങ സുന്നത്തായിട്ട് പരിപാടിയതായിരിക്കണം. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആൽമാർക്ക് വിശാലായിട്ട് ഇതിൽ അമലാക്കുകയും സുലഭോടെ കണക്കേണ്ടായെങ്കിൽ. ഇനിയുള്ള വിഷയമായിട്ട് ശുചീകരണ ചന്തങ്ങൾ പെരുന്നാളുണ്ടുള്ള ഒരമൽ ഉഗുറു മീസ അതുപോലത്തെ വിഷയങ്ങൾ അതെല്ലാം ആ വിഷയത്തിൽ ഉള്ളൊരു ശുചീകരണം ഞങ്ങൾ ശ്രദ്ധിക്കുക സുന്നത്തായിട്ട് പെരുന്നാളുണ്ട്. ഞങ്ങൾക്ക് എന്തിനായിട്ട് ഉഗുരെടുക്കുക, തൊക്കുമുടി എടുക്കുക, മീസ കട്ടിങ് അതുപോലത്തെ എടുക്കണായ ശരീരത്തെ എടുക്കുക എല്ലാ മുടിയും എടുത്തിട്ട് ആ പെരുന്നാളിലെ സ്വാഗതമാക്കുക പ്രത്യേകിച്ചിട്ട് സുന്നത്തുണ്ടോ. പെരുന്നാളിൻ്റെ കുളിയും ഇതുപോലത്തെ വിഷയങ്ങളെല്ലാം പള്ളിക വേണ്ട ആണിങ്ങ മാത്രമല്ല പള്ളിക വരാത്ത പെണ്ണിങ് ഔത്തുൽ നിസ്കരിക്കുന്ന പെണ്ണിങ് അങ്ങകും വരെ ഇതെല്ലാം സുന്നത്തുണ്ടുണ്ടും ഇമാമിക കിതാബുകൾ എഴുതിപ്പിച്ചെങ്കിൽ വിഷയമായിട്ട്. അപ്പോൾ ജുമാഅത്തണ്ട് ചൊന്നെങ്കിൽ എല്ലാ ക്ലീനിങ്ങും എന്തായിട്ട് ചന്തത്തെ ഭാഗമായിട്ട് ജുമാഅത്തണ്ട് ചൊന്ന വിഷയം എല്ലാം പെരുന്നാൾക്കും സുന്നത്തുണ്ടോ. അപ്പോൾ സെൻറ്റ് എടുക്കുക സുന്നത്തുണ്ടോ, പെരുന്നാളുണ്ട് സെൻറ്റ് എടുക്കുക സുന്നത്തുണ്ടോ, തട്ടിലുള്ള നിറക്കങ്ങളെല്ലാം നീക്കുക സുന്നത്തുണ്ടോ. അതേപോലെ കുളി പെരുന്നാളിലെ കുളി വലിയ സുന്നത്തുള്ള കുളിയായിട്ട് പെരുന്നാളിൻ്റെ കുളി പ്രത്യേകിച്ചൊരു സുന്നത്തുണ്ടോ. അപ്പോൾ കുളിക്കുമ്പോൾ പെരുന്നാൾ സുന്നത്തായ കുളിക്കില്ല നിയത്ത് വെച്ച് കുളിക്കണം. ഏത് അമലും നിയത്ത് വെച്ചെങ്കാണ് അതുക്ക് എന്തായിട്ട് ഫലക്കിട്ട്. അപ്പോൾ നിയത്ത് വെച്ചിട്ടേ കുളിക്കണോ. ഈ കുളിയും പെരുന്നാളിൻ്റെ കുളിയും ആണിങ്ങകും പെണ്ണിങ്ങകും എല്ലാവർക്കും പള്ളിക്ക് വരാത്ത പെണ്ണിങ്ങകും പള്ളിക്ക് പോകേണ്ട ആണിങ്ങകും എല്ലാവർക്കും ഈ കുളി സുന്നത്തുണ്ട്. ഏതുവരെ ഹൈലു നിഫാസുള്ള പെണ്ണിങ്ങക്ക് വരെ പെരുന്നാൾ കുളി സുന്നത്തുണ്ട് ചെന്നിട്ടും ഇമാമിക പ്രത്യേകിച്ച് ചെന്നെങ്കിൽ വിഷയമായിട്ട് കുളി ആറും പൊട്ടുപോയി രണ്ട പ്രത്യേകിച്ചൊരു കുളിയുടെ നീയത്തൊന്നും മറന്നുപോയി രണ്ട നീയത്ത് വയ്ക്കാണ്ട് ഏത് അമലാക്കെങ്കും അള്ളാഹു സ്വീകരിക്കില്ല. പെരുന്നാൾ കുളിയുടെ ടൈമു പാതി ചാവുമ്പോൾ ഏകദേശം 12 1 ഗಂಟೆ ആകുമ്പോൾ ചാവുകയെ കുളിക്കുക അതിൽ ആരംഭ ടൈമായിട്ടിക്കട്. അത് പെരുന്നാളിൻ്റെ മഗ്‌രിബ് വരെ അതിൽ ടൈമുണ്ടും കിതാ ഷർവാനി പോലത്തെ കിതാബുകളിൽ ഷൗബരി പോലത്തെ കിതാബുകൾ ചെന്നെങ്കിൽ വിഷയമായിട്ടിക്കട്. അപ്പോൾ ഏതാണെങ്കിലും ആ ഒരു കുളി അത്രയും മഹത്വമേറിയ കുളി ഞങ്ങൾ ബുടുക്ക് തീരാ അങ്ങനെ നല്ലത് എന്തായിട്ട് കുളിക്ക് ടൈം അങ്ങനെ ഇന്നെങ്കും തുസ്തഹബ് ഫെയിലുഹു ബാദൽ ഫജറിൽ പിന്നെ ആയിട്ട് ആ കുളി സുന്നത്തുള്ളേ ചെന്നിട്ടു നിഹായ മുഗരി പോലത്തെ കിതാബിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വിഷയമായിട്ട് ഏതാണെങ്കിലും ആ ഒരു കുളി ഞങ്ങൾ വിട്ടുപോയി രണ്ട. ഏതുവരെ ഒരു മനുഷ്യൻ നിസ്കാരത്തിന് മുന്നിൽ കുളിക്കുക സൗകര്യമായില്ല, ചില ജാഗയിൽ തന്നെയാ ഇന്നത്രമ ഇല്ലാത്ത കാരണത്തില കറണ്ട് ഇല്ലാത്ത കാരണത്തിൽ നിസ്കാരത്തിന് മുന്നിലത്തെ കുളിക്കുക ആയില്ലെങ്കിൽ നിസ്കരിച്ചാൽ പിന്നെ വരെ കുളിക്കാൻ ചെന്നിട്ടു ഫതാവുൽ കുബ്ര പോലത്തെ കിതാബുകൾ കണ്ട് പോലെ ബാദ സ്വലാത്തിൽ ഐദ് പെരുന്നാൾ നിസ്കാരത്തിൽ പിന്നെ വരെ അത് കുളിക്കുക സുന്നത്തുണ്ട് ചെന്നിട്ടും കിതാബുകൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വിഷയമായിട്ട്. ഇനി പുതിയ ഡ്രസ്സ് നല്ലതായിട്ട് പുതിയ ഡ്രസ്സ് പ്രത്യേകിച്ചിട്ട് നല്ല വിഷയമായിട്ട് പെരുന്നാളുണ്ട്. അതേപോലെ നല്ല ഏറ്റവും മുന്തിയതായ ഡ്രസ്സ് അതെല്ലാം പെരുന്നാളുണ്ട്
സുന്നത്തായിട്ടിക്കട്. പുതിയ ഡ്രസ്സും മിനിച്ച് എടുത്തിട്ടില്ല ഞങ്ങൾക്ക് ഒരാൾക്ക് അങ്ങനെ ഉണ്ട്, വലിയൊരു പെരുന്നാളങ്ങനെ ക്യാരൊന്നും ഇല്ല. അങ്ങനെയല്ല, പുതിയ ഡ്രസ്സ് പ്രത്യേകിച്ച് ധരിക്കുക സുന്നത്തുണ്ടോ? ഇനി പുതിയതല്ലെങ്കിൽ ഏറ്റവും മുന്തിയതായ ഡ്രസ്സ് ധരിക്കുകയും പ്രത്യേകിച്ചിട്ട് സുന്നത്തുണ്ടോ? ഇനി ഡ്രസ്സ് ഇടുമ്പോൾ ചൊല്ലനായ ദിക്ർ, പുതിയ ഡ്രസ്സ് ധരിക്കുമ്പോൾ ചൊല്ലനായ ദിക്ർ, അതും മറന്നുപോയി. 2 പെരുന്നാളുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീഹി അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിയ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വ ശർരി മാ സുനിയ ലഹു ചൊല്ല ആ ദിക്റും മറന്നുപോയി. 2. ഇനി പള്ളിക്ക് വേഗ പോണക്ക് സുന്നത്തുണ്ടോ? പള്ളിക്ക് ಬೇಗ ಪೋಣಗೂ ಸುನ್ನತ್ತುಂಡು. ವಿಲಿಯಾಸರಂಡು ಪಳ್ಳಿಗೆ ಬೇಗ ಸುನ್ನത്തുള്ളതുപോലെ പെരുന്നാളുണ്ട് ಬೇಗ പള്ളിക്ക് പോണക്ക് സുന്നത്തുണ്ട്. ഓ യുബക്കിറു നാസ്, ജനങ്ങൾ വേഗ പള്ളിക്ക് പോകണോ? സുബയായാൽ പിന്നമേ പള്ളിക്ക് പോകണോ, ആനങ്ങ ഒരുങ്ങണോ, പള്ളിക്ക് പോകണോ എത്ര വേഗ എന്തത് അത് ചമ്മ കൂലിയില്ലെങ്കിൽ അതൊരു വിഷയമായിട്ട് നിസ്കാരത്തെ കാക്കുകയും അതേപോലെ ഇമാമിനെ മുട്ട പോയി തീക്കുന്നത് പോലത്തെ ചമ്മ കൂലി കിട്ടുമെങ്കിൽ വിഷയമായിട്ട് പള്ളിക്ക് പ്രത്യേകിച്ചിട്ട് വേഗ പോയിട്ട് തീക്കുക സുന്നത്തുണ്ടോ? ഇനി പള്ളിക്ക് പോകുമ്പോൾ നടത്തങ്ങൾ നല്ല ഗാംഭീര്യത്തോടു കൂടെ നടക്കടെ, ഓടിക്കൊണ്ട് പോകണ്ടല്ല, നല്ല സമാധാനത്തിൽ നല്ല ഗൗരവത്തിൽ നടക്കടെ, അതും സുന്നത്തുണ്ടോ? അതേപോലെ പോകുമ്പോൾ ഒരു തെരുവും വരുമ്പോൾ ഇന്നൊരു തെരു, ഒരു പള്ളിക്ക് പോകുമ്പോൾ ഒരു തെരുവിൽ പോകണ്ടേ, വരുമ്പോൾ ഇന്നൊരു തെരു, ഒന്ന് റോഡ് അപ്പുറം വയങ്കു ഓടും, റോഡ് അപ്പുറത്തിപ്പുറത്ത്, പിന്നെ കുറേ ആയത്തിൽ നല്ല സൗകര്യക്കിട് ഒരു ജാഗ തെരും, ഇന്നൊരു പള്ളിക്ക് ഇന്നൊരു തെരു, 2 തെരുവിക്കിടും. അപ്പോൾ അതിൻ്റെ 2 തെരുവിലായിട്ട് പള്ളിക്ക് പോകേണ്ട ഒരു തെരു, ബണ്ട ഇന്നൊരു തെരു, അങ്ങനെ ആക്കുക സുന്നത്തുണ്ടോ? അതേപോലെ പോകേണ്ട തെരു ദീർഘമായതും ബണ്ട് ഷോർട്ട്, ഒരു പള്ളി പോകേണ്ട 2 തെരു ഒന്ന് വരിക, ഉദാഹരണം ഒന്ന് ദീർഘമായത് ഒന്ന് ഷോർട്ട്, അപ്പോൾ പോകേണ്ടത് ദീർഘമായതും ബണ്ടിത് ഷോർട്ട്, അങ്ങനെയും ആക്കുക, അതും സുന്നത്തുണ്ടോ? ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആക്കിയിരിക്കുന്ന ബുഖാരി പോലത്തെ കിതാബുകളിൽ ഉദ്ധരിച്ചെങ്കിൽ ഹദീസായിട്ടിക്കട്. അപ്പോൾ അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആക്കിയതും അതേപോലെ പോണ്ടേക്ക് കൂലിയാറ്, അതുകൊണ്ടാണ് പോണ്ടത് ബലിയാവുള്ള കാരണം. പിന്നെ പോണ്ടത് ഒരു തെരു ബണ്ടത് ഇന്നൊരു തെരുവാക്കുള്ള കാരണത്തിൽ തഷ്ഹദുൽ ബിഖാ, ജാഗ്യങ്ങളെല്ലാം ഓണക്ക് എന്തായിട്ടിക്കട് സാക്ഷി നിൽക്കടുണ്ടായിട്ടിക്കട്, ജാഗ്യങ്ങൾ സാക്ഷി നിൽക്കട്, ഓണക്കു ജാഗ്യങ്ങൾ സാക്ഷി നിൽക്കട്, പോയ ബന്ധ ജാഗ്യങ്ങൾ പോകേണ്ട ഒരു തെരു 2 തെരു ഓണക്കു പള്ളി പോയിക്ക് വേണ്ടിയിട്ട് സാക്ഷി നിൽക്കട്. അപ്പോൾ അതെല്ലാം സുന്നത്തായിട്ടിക്കട്. അപ്പോൾ ഇത് പ്രത്യേകിച്ചിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണോ? അതേപോലെ നടന്നിട്ട് പള്ളിക്ക് പോകണക്ക് സുന്നത്തുണ്ട്, വാഹനത്തിലല്ല. തീരില്ല, ചുമ്മ ദൂര നടക്കോ, കഷ്ടമുണ്ടോ, ആരോഗ്യമില്ല, എന്തെങ്കിലും ഒക്കെ ഇല്ലാണ്ടായെങ്കിൽ എന്തായിട്ടിക്കട് പോകുമ്പോൾ നടന്നിട്ട് പോകണം കാണും സുന്നത്ത്. വരുമ്പോൾ എനിക്ക് വാഹനത്തിൽ കയറാം, പോകുമ്പോൾ എന്തായിട്ടിക്കട് നടന്നിട്ട് പള്ളിക്ക് പോകണം കായിട്ടിക്കട് പ്രത്യേകിച്ചിട്ട് സുന്നത്തുള്ളത്. പെരുന്നാൾ നിസ്കാര വലിയ അമലാണ്. സുന്നത്ത് നിസ്കാരത്തുകളെ പൈക്കി ഏറ്റവും ശ്രേഷ്ഠമുള്ള അമൽ ഈദുൽ അക്ബർ, വലിയ പെരുന്നാൾ നിസ്കാരമായിട്ടിക്കട്. വലിയ പെരുന്നാൾ നിസ്കാരം സുന്നത്ത് നിസ്കാരങ്ങളെ പൈക്കി അതിശ്രേഷ്ഠമുള്ള നിസ്കാരമായിട്ടിക്കട്. അപ്പോൾ ആയതുകൊണ്ടിട്ടോ സുന്നത്ത് ഈ നിസ്കാര അത് ഒരിക്കലും ഒരാൾക്ക് മിസ്സാവുക തീരാ. എവിടത്തോളം പെണ്ണിങ്ങൊക്കെ വരെ ഔത്തിൽ തെച്ചിട്ട് ഔത്തുലോ എന്താക്കണോ, ഔത്തുലുള്ള പെണ്ണിങ്ങൊക്കെ വരെ ഇതെന്തായിട്ടിക്കട് സുന്നത്തായിട്ടിക്കട്. പെണ്ണിങ്ങൊക്കെ സുന്നത്തുണ്ടോ? പെണ്ണിങ്ങം നിസ്കരിക്കണോ, ആരും വിടക തീരാ. അത്രയും മഹത്വമേറിയ ഒരു സുന്നത്താണ്, സുന്നത്ത് നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം ചൊല്ലത്. ഇനി പെരുന്നാളുണ്ട് പ്രത്യേകിച്ചിട്ടുള്ള ഒരു അമലായിട്ടിക്കട് എന്താ ചെന്നുണ്ടെങ്കിൽ പരസ്പരം എന്തായിട്ടിക്കട് അഭിവാദ്യങ്ങൾ അറിയിക്കട്. അപ്പറ അത് ഫോൺ നേരിട്ട് കണ്ടിട്ട് അല്ലെങ്കിൽ ഫോണാക്കിയിട്ട് അല്ലെങ്കിൽ എന്താക്കിയിട്ട് വാട്സപ്പിൽ കടത്തിയിട്ട് മെസ്സേജ് എങ്ങനെ തീർവാ നിലക്ക് പരസ്പരം അഭിവാദ്യങ്ങൾ കൈമാറുകയോ പ്രത്യേകിച്ചിട്ട് സുന്നത്തുണ്ടോ? ഈ ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, ഷർവാനി, സുയൂത്തി ഇമാം ധാരാളം അങ്ങനെ കിതാബുകളിൽ എഴുതിയെങ്കിൽ വിഷയമായിട്ടിക്കട് ഈ വിഷയം ഏത് പരസ്പരം പെരുന്നാൾ പോലത്തെ നാളുകളിൽ എന്താക്കരുത്, പരസ്പരം അഭിവാദ്യങ്ങൾ കൈമാറരുത് ചൊല്ലുന്നത് മഷ്റൂയ്യത്തുണ്ട്. അത് വലിയൊരു സുന്നത്തായ വിഷയമായി ചെന്നിട്ട് ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു ചെന്നിട്ടുണ്ടോ. അതിൽ വലിയ സ്നേഹങ്ങൾ, തവദ്ദുദ് സ്നേഹങ്ങൾ യാറാവോടു, സന്തോഷങ്ങൾ യാറാവോടു ചെന്നിട്ടും ഇമാമിങ്ങ കിതാബിൽ ചൊന്നിടാറ്. അങ്ങനെ ചൊല്ലുമ്പോൾ അങ്ങനെ പരസ്പരം അഭിവാദ്യങ്ങൾ കൈമാറുമ്പോൾ ചൊല്ലണായ ദിക്റുകളും കിതാബുകളിൽ കണ്ട് തഖബ്ബലല്ലാഹു മിൻകും അല്ല തഖബ്ബലല്ലാഹു മിന്നാ മിൻകും അഹ്യാക്കുമുല്ലാഹു ലി അംസാലിഹി കുല്ല ആമിൻ വഅൻതും ബിഖൈർ പോലത്തെ ദിക്റുകൾ ധാരാളം കിതാബുകളിൽ ചെന്നതായിട്ട് കണ്ട് അങ്ങനെ പരസ്പരം ഒരു മനുഷ്യരെ കണ്ടുമുട്ടുമ്പോൾ പെരുന്നാളുണ്ടും അതുപോലത്തെ ടൈമിൽ കണ്ടുമുട്ടുമ്പോൾ ഞങ്ങൾ മുസാഫായത്താക്കുക സുന്നത്തുണ്ടോ? പെരുന്നാളുണ്ട് മുസാഫായത്താക്കുക സുന്നത്തുണ്ടോ? വലിയൊരു സുന്നത്തായ വിഷയമാണ്. ഇന്നൽ മുസ്ലിമീന ഇദൽ തഖയ 2 മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടിയിട്ട് ഫതസാഫഹ മുസാഫായത്താക്കിയുണ്ടായെങ്കിൽ ആ സന്തോഷങ്ങൾ പരസ്പരം കൈമാറിയുണ്ടായെങ്കിൽ അങ്ങനെ ദോഷങ്ങൾ അപ്പമേ ഉതിർന്നു വീണ്ടുണ്ടാണ്ട് അപ്പമേ ദോഷങ്ങൾ എല്ലാം കീഴ് പോയിട്ട് ചെന്നിട്ടും ഹദീസുകളിൽ കണ്ട്. ഇന്നൊരു ഹദീസിൽ കണ്ട് അങ്ങനെ ഹംദ് അള്ളാഹുടെ ഹംദാക്കിയാർ ഇസ്തിഗ്ഫാറാക്കിയാർ മുസാഫാത്താക്കിയ ടൈമിൽ എന്താണ്ടായെങ്കിൽ അള്ളാഹു അവൻ്റെ ദോഷങ്ങളെല്ലോ മാഫാക്കട ചെന്നിട്ടും ഹദീസുകളിൽ കണ്ട്. വലിയ ദോഷം മാഫാക്കുക വലിയൊരു കാരണമാണ് മുസാഫാത്താക്കട ചൊല്ലുന്ന വിഷയ. അതേപോലെ മുസാഫാത്താക്കുമ്പോൾ റബ്ബ് അള്ളാഹു ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ ചൊല്ലുന്ന ദിക്ർ ചൊല്ലുക സുന്നത്തുണ്ട് ചെന്നിട്ടും ഇമാം നവവി റളിയല്ലാഹു അൻഹു അദ്കാർ പോലത്തെ കിതാബുകളിൽ ചെന്നെങ്കിൽ വിഷയമായിട്ടിക്കട്. അതേപോലെ
മുസാഫായത്ത് ആക്കുമ്പോൾ കൈ പരസ്പരം കൊടുക്കുക സുന്നത്തുള്ളതുപോലെ മുസാഫാത്ത് ആക്കിയാൽ പിന്നെ കൈ ചുംബിക്കടെ കൈ ഞങ്ങൾ മുത്തുറുതു അതും പ്രത്യേകിച്ചിട്ട് മുസാഫാത്താക്കിയ ഉടനെ എന്തായിരിക്കട് കൈ ചുംബിക്കരുതും സുന്നത്തും ധാരാളം കിതാബുകളിൽ കണ്ട് മിൻ തമാമി തഹിയത്തി അൽ അഖ്ദു ബിൽ യദ് എന്തായിട്ട് തഹിയത്തിലെ ഒരു പൂർണ്ണതയായിട്ട് കൈ പിടിക്കടേ ചൊല്ലിട്ടു. അത് ബഹുമാനപ്പെട്ട അൽ ഖൗലുൽ ജാമിയ പോലത്തെ കിതാബുകളിൽ മുസാഫാത്തിൽ വിവരിക്കുമ്പോൾ പ്രത്യേകിച്ചും നിങ്ങൾക്ക് വിഷയമായിട്ട് കൈ എന്താക്കടെ കൈ പരസ്പരം പിടിച്ചിട്ട് ആണ് മുസാഫാത്താക്കിയിട്ട് പിന്നെ കൈ ചുംബിക്കടേ ചൊല്ലൊരു വിഷയ. ഇങ്ങനെ അഭിവാദ്യമുള്ള വിഷയ ഇസ്ലാം ദീനിൽ ധാരാളം ഉള്ളെങ്കിലത്തെ വിഷയമായിട്ട് അഭിവാദ്യങ്ങൾ അറിയിക്കടേ ചെന്നിട്ടു. ബഹുമാനപ്പെട്ട ഇമാം നബവി അള്ളാഹു അദ്കാർ ചൊല്ല കിതാബിൽ അൽ ഇസ്തിഹ്ബാബ് തബ്ശീർ വത്തഹ്നിയ ചെന്നിട്ട് പ്രത്യേകിച്ച് അഭിവാദ്യങ്ങൾ കൈമാറുന്ന വിഷയത്തിൽ എത്രയോ വിഷയങ്ങൾ ചെന്നതായിട്ട് കണ്ട് കഅബ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ടാക്കി ഇങ്ങനത്തെ ഒരു തൗബത്തെ ഹദീസ് ആ തൗബ അതും അതിന് വലിയൊരു തെളിവായിട്ട് ചെന്നിട്ടുള്ള ഇങ്ങനത്തെ വിഷയമായിട്ട് ഹനി അല്ല യാ റസൂലല്ലാഹ് ചെന്നിട്ട് ഒരു ആയത്തല്ല ഇറങ്ങുമ്പോൾ വന്നെങ്കിലത്തെ വിഷയ തഹ്നിയത്തായിട്ട് ഇങ്ങനെ ചെന്നെങ്കിലത്തെ വിഷയ എത്രയോ കിതാബുകളിൽ ചെന്നെങ്കിലത്തെ വിഷയമായിട്ട് പെരുന്നാളുണ്ട് അബൂ ഉമർ റളിയല്ലാഹു അൻഹു വാസിൽ റളിയല്ലാഹു അൻഹു പരസ്പരം കണ്ടുപിടിച്ചിട്ടാകുമ്പോൾ തഖബ്ബലല്ലാഹു മിന്നാ മിൻകും ചെന്ന് ആ ഒരു വിഷയവും ഫത്താവുൽ കുബ്ര പോലത്തെ കിതാബുകളിൽ കണ്ട്. അപ്പോൾ ഇതെല്ലാം ഇസ്ലാം ദീനിൽ വലിയൊരു എന്തായിട്ടിക്കട് ആ പെരുന്നാളുണ്ട് ചൊല്ലെങ്കിൽ ഇതെല്ലാം വലിയൊരു ഒരു കൂലിയുള്ള വലിയൊരു അധികരിപ്പിക്കണമായ അമലായിട്ടിക്കട്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഒരു മഹത്വമേറിയ ഒരു നാളുടെ ഇതുപോലത്തെ പ്രത്യേകമായ അമലുകളെ കൊണ്ട് ധന്യമാക്കിയിട്ട് അള്ളാഹുടെ തൃപ്തി കരസ്ഥമാക്കാൻ നിങ്ങൾ തയ്യാറാവണോ. അതിരൊട്ടിಗೆ കുടുംബ സന്ദർശന വലിയൊരു മഹത്വമുള്ള വിഷയം. ആയുസ് യാറാവൂ, ദോഷങ്ങൾ മാഫായി കിട്ടുകയും ആ വലിയ റിസ്കിൽ വിശാലത കിട്ടുക വലിയൊരു വിഷയമാണ് കുടുംബ സന്ദർശന ചൊല്ലത്. ആ കുടുംബ സന്ദർശന അത് ഞങ്ങൾ ധാരാളം അധികരിപ്പിക്കണോ. അതുപോലെ ഞങ്ങളെ ചങ്ങായിമാരെ ബന്ധങ്ങൾ സ്ഥാപിക്കണേ വലിയൊരു വിഷയമാണ്. അള്ളാഹുറമുട്ട വലിയൊരു കൂലിയുള്ള വിഷയമാണ് ചങ്ങായി ബന്ധങ്ങൾ. നല്ല ഇസ്ലാമിൻ്റെ വിഷയം അള്ളാഹുടെ വിഷയത്തിലുള്ള ബന്ധങ്ങൾ ഗട്ടിയാക്കടെ. അത് അള്ളാഹുറൊട്ട വലിയൊരു മഹത്വമുള്ള വിഷയമായിട്ടിക്കട്. അള്ളാഹു അങ്ങ് വലിയ മിമ്പർ വെച്ചിട്ട് ഞങ്ങളെ ബഹുമാനിക്കട് ചെന്നിട്ട് ഖിയാമന്നാളിൽ അങ്ങനത്തെ ഒരു ബഹുമാനം കിട്ടി ചെന്നിട്ടും ഹദീസുകളിൽ കണ്ട് ഇതുപോലത്തെ അമലുകളെ കൊണ്ടിട്ട് വലിയ പെരുന്നാളിലെയും എല്ലാ പെരുന്നാളുകളെയും നിങ്ങൾ ധന്യമാക്കണോ. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പെരുന്നാളിലെ കിട്ട് എല്ലാ നേട്ടങ്ങളും അള്ളാഹു കരസ്ഥമാക്കുക. അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതിൽ കിട്ടെങ്കത്തെ പ്രതിഫലങ്ങൾ കരസ്ഥമാക്കണം മുഅ്മിനീങ്ങളിൽ പെടുത്തട്ട്. പെരുന്നാളുണ്ട് ദുആത്തുക്ക് വലിയ ഇജാബത്തുണ്ട്. മലായികത്ത് ആമീൻ ചൊല്ലുക ഭൂമി ലോകത്തേക്ക് ഭണ്ഡാറുണ്ടായിട്ടിക്കട്. അപ്പോൾ പെരുന്നാളുണ്ട് ദുആകളെ കൊണ്ട് നിങ്ങൾ ധന്യമാക്കണം. ധാരാളം ദുആർക്കണോ. അള്ളാഹു സുബ്ഹാനഹു തആല ഇജാബത്തുള്ള ദുആയിൽ അള്ളാഹു നിങ്ങളെ പെടുത്തട്ടെ. പ്രത്യേകിച്ച് ഹജ്ജാജുകൾ ആ മക്കയിലുള്ള ഹജ്ജാജുകളുടെ എല്ലാ ഹജ്ജിന് അമലും അള്ളാഹു കബൂലാക്കട്ടെ. അങ്ങനെ ദുആൽ അള്ളാഹു ഞങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങൾക്കും ചൊമ്മപ്പെട്ട ഹജ്ജ് ഉംറ ആ റസൂലുള്ളാഹി തങ്ങളെ സിയാറത്താക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ദുആ വസിയത്തോടു കൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.